തലമുറ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. വിഷുവൊക്കെ അടിച്ച് പൊളിച്ചോ? ഇത് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാങ്ങാപ്പഴം, നാടൻ മാങ്ങാപ്പഴം കറിയാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ കുറച്ച് മാങ്ങാപ്പഴം ഉണ്ട്, അത് നമ്മൾ തൊലി കളഞ്ഞ് നമ്മൾ കറിച്ചട്ടിയിലേക്ക് നമ്മൾ അതിട്ട് പിന്നെ മാങ്ങാപ്പഴം കറി തൊലി കളഞ്ഞ് നമ്മൾ അത്യാവശ്യം ആവശ്യത്തെ വെള്ളം ഒഴിച്ച് നമ്മൾ വെക്കുന്നു. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഉപ്പ്, ഒരു 3-4 പച്ചമുളക്, അത് എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് 3-4 പച്ചമുളക് നമ്മൾ നടുവേ കീറി അത്യാവശ്യം നല്ലപോലെ യോജിപ്പിച്ച് തവി നല്ലപോലെ ഇളക്കി നമ്മൾ സ്റ്റൗവിലോട്ട് വെക്കുന്നു. സ്റ്റൗ കത്തിക്കുന്നു. മാങ്ങാപ്പഴം കറി നമ്മൾ അടുത്തോട്ട് വെച്ചു, നമ്മൾ അടച്ച് വെച്ച് വേവിക്കുന്നു. അടച്ച് വേവിക്കുന്നു. നമ്മൾ ആ സമയം കൊണ്ട് നമുക്ക് മാങ്ങാപ്പഴം കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ 1.5 മുറി തേങ്ങ ചിരകിയത്, പിന്നെ ഒരു 5-6 ഉള്ളി, ചുവന്നുള്ളി, പിന്നെ ജീരകം, ഒരു 1.5 ടേബിൾ സ്പൂൺ ജീരകം, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ, അത് ഓരോരുത്തരുടെ ചിലർക്ക് ജീരകത്തിന് ചുവ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ 1 ടേബിൾ സ്പൂൺ. ഇവിടെ ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന 1.5 ടേബിൾ സ്പൂൺ ജീരകമാണ്. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലേക്ക് നമ്മൾ അരച്ചെടുക്കുന്നു. ഒത്തിരി വെള്ളം ഒഴിക്കല്. നമ്മൾ അത്യാവശ്യം ഒത്തിരി വെള്ളം വെച്ച് നമുക്ക് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ച് നമ്മൾ അരച്ചെടുക്കുന്നു. നമ്മൾ നല്ലപോലെ അരയ്ക്കണം, നല്ലപോലെ കുഴമ്പ് രൂപത്തിൽ അരയ്ക്കണേ. അമ്മയ്ക്കാണ് ചിരി വരുന്നത്. നമ്മളിത് തേങ്ങ എത്രയും ചേർക്കാമോ അത്രയും നല്ലത് കേട്ടോ മാങ്ങാപ്പഴം കറിക്ക്. ഒത്തിരി തേങ്ങ ചേർക്കുന്നതാണ് നല്ലത്. ഇതൊരു ഒരുപാട് വെള്ളം ഒഴിക്കാൻ, നല്ല ഇച്ചിരി മാങ്ങാപ്പഴം കറി ഇച്ചിരി കുറുകിയിരിക്കണം. ഒത്തിരി വെള്ളം ലൂസായിട്ടിരിക്കില്ല, ഇച്ചിരി കുറുകിയിരിക്കണം. ഇതിന് നമ്മൾ അരച്ച് വെച്ച അരപ്പ് നമ്മൾ മാങ്ങാപ്പഴം കറി നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഈ അരച്ച് വെച്ച അരപ്പ് നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിൽ നമ്മൾ അരച്ച് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ നമ്മുടെ മിക്സിയിൽ ജാറിലോട്ട് ഒഴിച്ച് ഇച്ചിരിയും കൂടെ വെള്ളം, ഒത്തിരി അല്പം കൂടെ കഴുകി ഒഴിച്ച് നമ്മൾ നല്ലപോലെ ഇളക്കുക. 2 വർഷം ഇളക്കി കഴിഞ്ഞ് നമ്മളത് നമ്മളത് വാങ്ങി വെക്കുന്നു. ഒരുപാട് വെള്ളമില്ല, ഇച്ചിരി ഇത് വേണം, ഇച്ചിരി കുറുകിയിരിക്കണം. തേങ്ങ ചേർക്കുന്ന ഏറ്റവും നല്ല ടേസ്റ്റ് കേട്ടോ. മാങ്ങാപ്പഴം കറിക്ക് ഇച്ചിരി തേങ്ങ ചേർക്കുന്നതാണ്. മാങ്ങാപ്പഴം റെഡിയായി. നല്ലപോലെ അരപ്പൊക്കെ ചേർന്ന് നല്ലപോലെ നമ്മൾ വാങ്ങി വെക്കുന്നു. ഇനി നമ്മളതിലേക്ക് കടുക് താളിക്കണം. അതിനായിട്ട് നമ്മളൊരു ചീനിച്ചട്ടി എടുക്കുന്നു. വെള്ളമുണ്ട്. നമ്മൾ ഇതുപോലെ വെള്ളം നമ്മുടെ പാത്രത്തിൽ നമ്മൾ കടുക് കളിക്കാനോ വല്ല കറിക്കും ഉപയോഗിക്കും. പാത്രത്തിൽ വെള്ളമുള്ളപ്പോൾ നമ്മളത് ഒരു തുണി ഇടും, നമ്മളത് നല്ലപോലെ തുടച്ച് കളഞ്ഞാൽ നമുക്ക് ഗ്യാസിലാക്കിക്കാം. ഇതിപ്പോൾ ഇച്ചിരി വെള്ളമുണ്ട്. നമ്മൾ ആ വെള്ളം വറ്റി കഴിയുമ്പോഴത്തേന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. നല്ല ചൂടായി. എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടാകുമ്പോഴത്തേനും നമ്മളതിലേക്ക് 3-4 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പലയിടത്തും പല രീതിയിലാണ്. ഇവിടെ എന്ന് പറഞ്ഞെങ്കിൽ എണ്ണ ഒഴിച്ച് നമ്മൾ ചുവന്നുള്ളി വെച്ച് വഴന്ന് കഴിയുമ്പോഴത്തേനും നമ്മളതിലേക്ക് കടുകിടുന്നത്.
ഓരോരുത്തർക്ക് ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകിച്ച്. ചിലർ കടുക് ഇട്ട് കഴിഞ്ഞാണ് ആ ഉള്ളി വഴറ്റുന്നത്. ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതിന് അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് തീ കുറച്ച് വേണമേ. അത് മൂത്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ കടുക് ഇടുന്നു. ഒരു ടേബിൾ സ്പൂൺ കടുക്. അതിലേക്ക് നമ്മൾ ഉലുവ, ഒരു 2-3 ഉള്ളി ഉലുവ. ഇട്ട് നമ്മൾ വറ്റൽമുളക് ഒരു 3-4 എണ്ണം നടുവേ മുറിച്ച് ഇടുന്നു. അതിനുശേഷം കറിവേപ്പില, ഇത് നല്ലപോലെ മിക്സ് ചെയ്യുന്നു. യോജിപ്പിച്ച് നല്ലപോലെ ചാതിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നു. ഇനി നമ്മളത് വേവിച്ച് വെച്ച മാങ്ങാപ്പഴം കറിയിലേക്ക് താളിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിലൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.